ആ ആരെ വന്നേക്കുന്നേ? അല്ല പെട്ടെന്ന് പറയാതെ വന്നേ. ബാബാ അതോടെ വരുമോ? ആ ഹാ ഞാൻ പറയാതെ വന്നു. ഭയങ്കര മോശമായി കേട്ടോ. ഞാനൊന്നും ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ അത് ഭയങ്കര ഇതായിപ്പോയി. ഒന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എന്താ കഴിക്കാൻ വന്നതാണോ? ഓ സാരമൊന്നുമില്ല. എന്നാലും അങ്ങനെയാണോ? ചുമ്മാ അതൊക്കെ കേട്ടെ. എന്താ വരാൻ കാരണം എന്താ? പെട്ടെന്ന് വന്നപ്പോൾ എന്താ കാരണം പറ. ഓ അതാണെങ്കിലേ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ചേച്ചീനെ അവനൊന്ന് കണ്ടു വന്നു കരുതി. അവനില്ലേ? ആ ശരി ശരി. ഞാൻ വരണ്ടേ? ഞാൻ വിളിക്കാം. ഡാ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഈ കല്യാണം ആരുടെ ആയിരുന്നു? അതോ ചേട്ടൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കട മുകളിൽ അതിനകത്ത് പോയതാണ്. ചേട്ടന് പോകാൻ പറ്റില്ല, ഞാനാണ് പോയത്. ആ അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് വന്നു. ആ മോനെ എന്നെ മനസ്സിലായോ? ആ എനിക്കറിയാം. എന്താ പറ, ഞാൻ ആരാ? അങ്ങനെയൊക്കെ ചോദിച്ചാ മോനെ അറിയാവോ ആൻറ്റി ആരാന്ന്? അയ്യോ എനിക്കറിയാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് മറന്നു പോയത്. പറയാം. ആൻറ്റി ഓ അടുത്തില്ലെങ്കിൽ വേണ്ട മോനെ. സാരമില്ല. ചുമ്മാ അവിടെ ഓടിയ. അയ്യോ അവനെ അറിയാം. മറന്നു പോയതാ. എടാ അറിയത്തില്ല ആൻറ്റി ആയിരുന്നു. വേണ്ട ചേച്ചി വേണ്ട, നിർബന്ധിക്കണ്ട. എങ്ങനെ അവൻ അറിയത്തില്ലായിരിക്കും? എങ്ങനെ അറിയാൻ? അവൻ രാവിലെ നടന്ന കാര്യം പോലും അറിയത്തില്ല. പിന്നല്ലേ എന്നെ. സാരമില്ല, വേണ്ട വേണ്ട മോനെ വേണ്ട. ആ ശരിയാ, പേലൊക്കെ എന്തിരിക്കുന്നില്ലേ? ഞാൻ എന്തെങ്കിലും കുടിക്കെടുക്കാം. അയ്യോ കുടിക്കൊന്നും വേണ്ട ചേച്ചി, വേണ്ട. ഞാൻ ഇറങ്ങാൻ പോവാം. അതെന്താ വേണ്ടാത്ത? ആ പേര് മറന്നുണ്ടോ? എടാ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ അതുകൊണ്ടൊന്നുമില്ല. പേര് മറന്നുണ്ടോന്നോ? അയ്യോ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ കല്യാണത്തിന് വന്നില്ല. അപ്പോൾ സദ്യ കഴിച്ചിട്ടൊക്കെ വയറ് ഫുള്ള് നടന്നിരിക്കുക. അപ്പം നിങ്ങൾ രണ്ടുപേരും കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അടുത്തായതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരും കാണാൻ വന്നതേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ. ശരി എന്നാൽ. ആണോ? എന്നാൽ ശരി. പിന്നെ ഒരു ദിവസം കാണാം. ശരി ചേച്ചി. എടാ ശരിടാ. ശരി. അമ്മോ എന്താടാ? അമ്മ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്നെ വിളിക്കരുതെന്ന്. ചുമ്മാ എന്നിട്ട് ഞാൻ നാണം കിട്ടും. നാറി എങ്ങും ഇരിക്കുന്നു. അമ്മ എങ്ങും. ഞാൻ എപ്പോഴും ഉള്ള അമ്മയ്ക്ക് ഈ ഒരു സ്വഭാവം. അല്ല ഇപ്പം ഞാനെന്ത് ചെയ്തു? നിനക്കറിയാം എൻ്റെ കുഴപ്പമാണ്. അയ്യടാ കുറേ എണ്ണങ്ങളുണ്ട് വന്നിട്ട് അറിയാം മോനെ, അറിയാം. ചുമ്മാ ദേഷ്യം പറ്റും. അപ്പം പറയണമെന്നുണ്ട്, എനിക്കറിയത്തില്ല. പക്ഷെ പണ്ടാരും പറ്റത്തില്ല. ഇതാരീ വന്നേക്കുന്നേ? പഠിച്ചിട്ടുണ്ട്. എന്താടി വന്നേ? ഞാൻ ഫോൺ എടുക്കുന്നു. കിട്ടി ആട്ടെ. അയ്യോ ആൻറ്റി, ഞാൻ ആൻറ്റീനെ അല്ല നേരത്തെ ഉദ്ദേശിച്ചത്. ഞാൻ വേറെ കുറേ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഞാൻ അവരെ ഉദ്ദേശിച്ചത്, ആൻറ്റീനെ അല്ല കേട്ടോ. ഒന്നും തോന്നല്ലേ? ആ അറിയാൻ പറ്റും, എനിക്ക് മനസ്സിലായി. ഒരു കാര്യം കൂടെ, ആൻറ്റിയുടെ പേരൊന്ന് പറഞ്ഞു തരാമോ?